ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. എനിക്ക് തോന്നുന്നു uxuimania എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയും നമ്മുടെ വാട്സാപ്പിലൂടെയും കുറഞ്ഞത് ദിവസം ഞാനൊരു 10-30 പേർക്കെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. നമ്മളോട് മെസ്സേജ് അയക്കുന്ന പല ആൾക്കാർക്കും അതറിയായിരിക്കും. എത്ര സമയമില്ലെങ്കിലും കഴിയുന്നത്ര റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ അടുത്ത കാലത്ത് വന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതായിരുന്നു റീസൺ. പല ആൾക്കാരും നമ്മളോട് ടെക്നിക്കലായിട്ടും മറ്റ് ഡിസൈൻ ടൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ വളരെ കരിയർ ഓപ്ഷൻ ലെവലിൽ, അവരുടെ ഒരു കരിയർ മൂവ്മെൻറ്റ് ലെവലിലും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷേ വളരെ അടുത്ത കാലത്തായിട്ട് ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും നമ്മുടെ യൂട്യൂബിലൂടെയൊക്കെ കുറിച്ച് UI UXനെ കുറിച്ച് വളരെയേറെ മലയാളത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസിലൊക്കെ കണ്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റു പല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അന്വേഷിച്ചു. അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ UI UX പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, നല്ലൊരു കരിയർ ഓപ്ഷൻ ആണെന്ന് മനസ്സിലായി. അത് പഠിച്ചിറങ്ങി ഒരുപാട് പേരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും അവർ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നു, വലിയ ശമ്പളം നേടുന്നു, ഇതൊക്കെയായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് ഇതെനിക്കും നല്ലൊരു കരിയർ ഓപ്ഷനാണ് എന്ന് കരുതി ഞാൻ അടുത്തുള്ള, അതായത് എറണാകുളത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു കോഴ്സിന് ചേർന്നു. 6 മാസത്തെ കോഴ്സാണ്. 65,000 രൂപയാണ് കോഴ്സ് ഫീ. അങ്ങനെ ഏകദേശം ഒരു 3 മാസം പിന്നിടുമ്പോഴത്തേക്ക് ഏകദേശം 40,000 രൂപയോളം ഫീസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞു. പക്ഷേ ഈ 3 മാസം പിന്നിട്ട് കഴിയുമ്പോഴും എനിക്ക് യാതൊരു കാരണവശാലും ഇതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാകുന്നില്ല. അധ്യാപകർ എത്ര നന്നായിട്ട്, എത്ര വളരെ ഡെഡിക്കേറ്റീവായിട്ട് പഠിപ്പിച്ചിട്ട് പോലും കാര്യങ്ങളൊന്നും അങ്ങോട്ട് തലയിൽ കയറുന്നില്ല. എത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു തരത്തിലുള്ള ഡിസൈൻ ശരിയാകുന്നുമില്ല. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചാനലിലൂടെയുള്ള വീഡിയോസുകളും കണ്ടതും അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുകൂടെ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നത്. അപ്പം പലതരത്തിലും നമുക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് പലരിൽ നിന്നും കേൾക്കാം, പല സുഹൃത്തുക്കളിൽ നിന്നും ഇൻ്റർനെറ്റിലൂടെ ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇതിൻ്റെ സാധ്യത എത്രമാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എനിക്ക് പറയാനുള്ളത് ഇത് നല്ലൊരു സാധ്യത തന്നെയാണ്. ലോകത്തെമ്പാടും വളരെ സ്കോപ്പുള്ളതാണ്. എത്ര കണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും ഒക്കെ തന്നെ ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കുറേ നാളുകളൂടെ എന്തായാലും ഈ ഒരു ലോകത്തിൽ നിന്ന് പോകാൻ പോകുന്നില്ല. വലിയ വലിയ കമ്പനികളിലെല്ലാം ഉടനെയൊന്നും ഈ ഒരു പോസ്റ്റ് ഇല്ലാതാകാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും 100% നല്ലൊരു സ്കോപ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുള്ള ഫീൽഡ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡസ്ട്രി എല്ലാവർക്കും അനുയോജ്യമാണോ? അതായത് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും പറ്റിയ ഒരു പരിപാടിയാണോ എന്നുള്ളത് ഒരു സെൽഫ് ഇവാലുവേഷൻ ചെയ്ത് തന്നെ കണ്ടെത്തേണ്ടുന്നൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, തീർച്ചയായിട്ടും ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ വരുന്നവർ ഓർക്കുക, പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ഗ്രാഫിക് ഡിസൈനിങ് അതൊരു പ്രത്യേക മേഖലയാണ്, UX ഒരു പ്രത്യേക മേഖലയാണ്, UI ഒരു പ്രത്യേക മേഖലയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് പല സ്ഥലങ്ങളിലും ഗ്രാഫിക്സ് എന്നും UXും UIയും HTML CSS ജാവാസ്ക്രിപ്റ്റ് എല്ലാം കൂടെ ചേർത്തൊരു അവിയൽ പരുവത്തിൽ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എങ്കിൽ പോലും ഓർക്കുക, ഇതെല്ലാം ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ചിന്താഗതിയല്ല UXകാരൻ്റെത്, അത് സെപ്പറേറ്റ് ആണ്. അതല്ല ഒരിക്കലും ഒരു UIക്കാരൻ്റെത്. ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. പിന്നെ ഓരോന്നും പഠിച്ചെടുക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിൽ അടുത്തതിലേക്ക് അടുത്ത സ്റ്റെപ്പുകളായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ മേഖലയിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫീൽഡാണോ എന്നുള്ളത് നിങ്ങളൊരു വൻ തുക മുടക്കി ഒരു കോഴ്സ് എടുക്കും മുമ്പേ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ താഴ്മയായിട്ട് പറയുകയാണ്. കാരണം നമുക്കറിയാം, ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2021 ഗ്രാഫിക് ഡിസൈനിങ് ആണോ UI UX ഡിസൈൻ ആണോ പഠിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ. ഇതിലൂടെ ഏകദേശം എന്താണ് ഗ്രാഫിക് ഡിസൈനിങ് UI UX എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള മേഖലയാണെന്നും പ്രത്യേകമായിട്ടൊരു ചിന്താഗതിയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളതിന് സഹായിച്ചേക്കാം. അപ്പോൾ ഈ ഒരു നോളജ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ ചാനലിലൂടെയോ മറ്റ് ചാനലുകളിലൂടെയോ മറ്റ് ഇതര ഭാഷകളിലുള്ള ചാനലിലൂടെ ഒക്കെ തന്നെ ഇതിൻ്റെ കുറച്ച് എസൻസ് നമുക്ക് കിട്ടുന്നത് നല്ല തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ അവസരമുള്ള ഒരു ഫീൽഡാണ്. ഇനി അവസരത്തിനുപരി അടുത്തതായിട്ട് നിങ്ങൾ അറിയപ്പെടേണ്ടുന്നത് ഇത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫീൽഡാണോ, അതെങ്ങനെ മനസ്സിലാക്കാം? അതിനാണ് നമ്മൾ പറയുന്ന ഒരു സെൽഫ് ഇവാലുവേഷൻ. ഒരു വലിയൊരു എമൗണ്ട്, ഒരു ഫീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇവാലുവേഷൻ നടത്തണം എന്ന് പറയുന്നത്. ഓക്കെ, തികച്ചും വ്യത്യസ്തമായൊരു ഫീൽഡിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ല രീതിയിലൊരു സെൽഫ് ഇവാലുവേഷൻ ആവശ്യമാണ്. മറിച്ച് നിങ്ങളൊരു അത്യാവശ്യം ഒരു ആർട്ടിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾ, നിങ്ങൾ നല്ലപോലെ ചിത്രകല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആർട്ട് കയ്യിലുള്ള ഒരാളാണെങ്കിൽ
ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് ചൂസ് ചെയ്യാം. കാരണം നിങ്ങളുടെ ആർട്ടും ഗ്രാഫിക് ഡിസൈനുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിൽ വലിയ സംശയമേ വേണ്ട. മറിച്ച് അത്തരത്തിൽ ആർട്ട് കയ്യിലുണ്ട് എന്നുള്ളൊരു കാരണത്താൽ നിങ്ങൾക്ക് UX പഠിച്ചു കഴിഞ്ഞാൽ UXലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്നില്ല. ബിക്കോസ് UX എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഒരു റിസർച്ചിങ് ആൻഡ് ഒരു പ്രോബ്ലം സോൾവിങ് ഒരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു പ്രത്യേക മെൻറ്റാലിറ്റിയാണ്. അത് നിങ്ങൾ പ്രത്യേകം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് UI. അപ്പോൾ ഈ ഓരോന്നും എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാനലിൽ നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും ഒരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കകാല വീഡിയോസുകൾ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് UX, എന്താണ് UI എന്നൊക്കെ ഉള്ളത് പ്രത്യേകം വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഇതൊക്കെ എന്താണെന്നൊരു ബേസ് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു UX റിലേറ്റഡ് ആയിട്ടൊരു റിസർച്ച് ലെവലിലുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉള്ളവരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം, അതായത് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ഒന്നുകിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വെബ്സൈറ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനാഷണൽ വെബ്സൈറ്റ് ആകാം, ഇതുപോലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്ത് അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, എന്തൊക്കെ നല്ല വശങ്ങളാണ് അതിലുള്ളത്, അതിനെ നിങ്ങൾക്കൊന്ന് റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതിന് നമുക്ക് അതിൽ നിന്ന് നല്ലതും ചീത്തയും തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ പ്രോബ്ലംസുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതിൻ്റെ പ്രോബ്ലം കണ്ടാൽ അതിനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭാവനയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് നിങ്ങളിലുണ്ടോ എന്ന് കുറച്ച് നേരം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലേക്ക് നിങ്ങൾക്ക് വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇവിടെ പ്ലേലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫിഗ്മ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ വന്ന് ഫിഗ്മ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഫിഗ്മ എന്ന് പറയുന്നൊരു ടൂള് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഫിഗ്മ ഫ്രീ ആണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ കൊണ്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതെടുത്ത് അത്യാവശ്യം നിങ്ങളൊരു ഇൻ്റർഫേസ് ഡിസൈനിങ് ഉപയോഗിക്കുന്ന, ഇന്ന് ഗ്ലോബലി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന നിലയിൽ ഈ ടൂളൊന്ന് മനസ്സിലാക്കി ഈ ടൂളിൻ്റെ ഒരു സാധ്യത ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ടൂൾ ബേസ്ഡ് അല്ല ഡിസൈൻ, എങ്കിൽ പോലും ഈ ഒരു ടൂൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൂള് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചാനലിൽ തന്നെ കളർ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി കളറിനെ കുറിച്ച് എന്താണെന്ന് പഠിക്കണം. ഡിസൈനിങ്ങിൻ്റെ വളരെ ബേസ് അതാണ്. അതുപോലെ ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി ടൈപ്പോഗ്രാഫി, ഫോണ്ട് എന്താണ്, ഫോണ്ട് സൈസ് എങ്ങനെ കൊടുക്കണം, ഫോണ്ട് എന്ത് അടിസ്ഥാനത്തിൽ ചൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഫോണ്ടിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി കണ്ടെത്തേണ്ടത് തുടങ്ങി ഫോണ്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില പ്ലേലിസ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫിഗ്മ എന്ന് പറയുന്ന ടൂളിൽ തന്നെ നിങ്ങൾ കുറച്ച് ഡിസൈൻസുകൾ, നമുക്ക് ഇപ്പോൾ ഡ്രിബിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒരുപക്ഷെ അറിയാത്തവരാണെങ്കിൽ പറയുകയാണെങ്കിൽ ഡ്രിബിൾ അല്ലെങ്കിൽ ബിഹാൻസ് അല്ലെങ്കിൽ പിൻട്രസ്റ്റ് ഇതുപോലെയൊക്കെയുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് ഏതെങ്കിലും കുറച്ച് സാമ്പിൾ സൈറ്റ്, കുറച്ച് ഡിസൈൻസുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകളോ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ അതിനെ നിങ്ങൾക്ക് ഒന്ന് സെൽഫായിട്ട് ഇതിനെ ഒന്ന് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് നിങ്ങൾ ഫിഗ്മയ്ക്കകത്ത് നടത്തുക. ഇതുപോലെ ചെറിയ അറ്റംപ്റ്റ് നിങ്ങൾ നടത്തുമ്പം അതിൻ്റെ കളേഴ്സ്, കാര്യങ്ങൾ, ടൂളും ഒക്കെ ആയിട്ടൊന്ന് ഇടപഴകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണോ അല്ലയോ എന്നുള്ളത്. പല ആൾക്കാർക്കും ഒരു പക്ഷേ ഇത് പ്രവേശിക്കുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല. പലരും ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു താല്പര്യം മനസ്സിലാക്കി പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇറങ്ങാനുള്ള ഈ ഒരു അവസരം, പ്രത്യേകിച്ച് ഇന്ന് ഇൻ്റർനെറ്റ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ള വീഡിയോസുകൾ ഇന്ന് യൂട്യൂബിലും ഗൂഗിളുമായിട്ടൊക്കെ അവൈലബിൾ ആണ്. അത് കുറച്ച് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, നിങ്ങൾക്ക് എത്രമാത്രം ഇത് അനുയോജ്യമാണെന്നുള്ളൊരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തൊരു ഇവാലുവേഷൻ ചെയ്ത് നിങ്ങൾക്കിത് അനുയോജ്യമായി തോന്നുന്നു എങ്കിൽ മാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി വരാനും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും നിൽക്കാവൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാരണവശാലും ഒരു ഗ്രാഹ്യം കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇന്ന് ചോദിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്. പല ആൾക്കാരോടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു പിടുത്തവും ഇതിൽ കിട്ടുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് ഒരു വിഷ്വലായിട്ടോ അല്ലെങ്കിൽ ഒരു UX ആയിട്ടോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് അത്ര അനുയോജ്യമായൊരു ഫീൽഡ് ആയിരിക്കണമെന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ടെക്നിക്കൽ കോഴ്സുകളുണ്ട്. ഓരോരുത്തരും ഓരോന്നിലെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോകുന്നവരാണ് ആ മേഖല കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു, നിങ്ങൾ ഇതുപോലെ ഒരു സെൽഫ് ഇവാലുവേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് അനുയോജ്യമായി തോന്നുന്നു എങ്കിൽ ഓർക്കുക, ഇത് നിങ്ങൾക്ക് അനുയോജ്യമാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, 100% മുന്നോട്ട് പോകാം. എങ്കിൽ
ഇത് എവിടെ നിന്ന് കാര്യങ്ങൾ പഠിക്കാം, ആരിൽ നിന്ന് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുണ്ട്, നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസോ എങ്ങനെ കണ്ടെത്താം, അങ്ങനെ കണ്ടെത്തി അവിടെ നിന്ന് കൂടുതൽ അറിവുകൾ ഉണ്ടാക്കുക. ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഡിസൈൻസുകൾ ഉണ്ടാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഡിസൈൻ പ്രോജക്റ്റുകൾ ചെയ്ത് പഠിച്ച് നിങ്ങൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അതിനെ വെച്ചിട്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുക. അവിടെ നിങ്ങൾക്കൊരു ഇൻറ്റേണായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ടോ ഒക്കെ കയറി പറ്റുക. ദെൻ അവിടെ നിന്ന് മറ്റുള്ളവരിൽ നിന്നും പഠിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള പഠനം. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് പരിപൂർണമായിട്ട് ഞാൻ പറയുന്നു 100% സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇത് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇതിലേക്ക് പോകേണ്ടെന്ന് ആവശ്യമില്ല, പോകരുത്. അവിടെ നിന്നും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പാഷൻ എവിടെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്. ആ ഒരു പാഷനിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാവൂ. ആ ഒരു പാഷനിൽ നിന്ന് മാത്രമേ മുന്നോട്ട് പോയിട്ടേ നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ സക്സസ് ആയി മാറാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ താല്പര്യമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല എന്ന് മാനസികമായിട്ട് നിങ്ങൾ എഴുതി തള്ളിയവർക്ക്, അത് എത്ര സെൽഫായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, എത്ര മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടിയിട്ട് നടക്കുന്നില്ല എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ദയവ് ചെയ്ത് ഒരു വലിയ പൈസ അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഇതിനു വേണ്ടി നീക്കി വയ്ക്കരുത്. നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കൂടുതൽ പേരെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് പേരെ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ തീർക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ ഇത് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതുപോലെ കണ്ട് ഇതിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഗ്ലാമർ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ പറ്റാത്ത ആൾക്കാരും ഇതിൽ വന്ന് ഇനിമേലാൽ ദയവ് ചെയ്ത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും പോയി വെറുതെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇത്തരത്തിൽ നമ്മുടെ ചാനലിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകളിലൂടെയോ ഒക്കെ തന്നെ ഇൻ്റർനെറ്റിലൂടെ തന്നെ ഫ്രീ ആയിട്ട് ആദ്യമേ ഇത്തരത്തിലൊരു സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ ദയവ് ചെയ്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.